ഹലോ, വെൽക്കം ടു another episode of Wanderlust Couple. ഇന്ന് ഞങ്ങൾ ഇവിടെ നോർത്ത് ഈസ്റ്റ് ഫിലഡൽഫിയ ഏരിയയിലെ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് കാർ ഷോ ആണ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ബിഗസ്റ്റ് കാർ ഷോ, അത് കാർ ഭ്രാന്തന്മാർക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരോടും റബ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ ടർബോ ചാർജ്ഡ് വണ്ടികളുടെ ഒക്കെയാണ് ഈ പോപ്പിംഗ് കേൾക്കുന്നത്. ശരിക്കും പേടിച്ചിട്ട് ആളെ പോകുന്നില്ല. പക്ഷേ അവരൊരു കൗണ്ട് ഡൗൺ കൊടുത്തു, 10, 9, 8, 7 അങ്ങനെ കൗണ്ട് ഡൗൺ കൊടുത്തു. 0 ആയപ്പോഴത്തേക്ക് എല്ലാവരും റബ് ചെയ്യാൻ പറഞ്ഞു വണ്ടികൾ, ഇവിടെ കിടക്കുന്ന വണ്ടികൾ. അപ്പോൾ അതിനകത്ത് സ്ക്വയറ്റ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, നല്ല ലൗഡായിട്ടുള്ള വണ്ടികളുണ്ട്, ബാക്ക് ഫയറിങ് നല്ല ബേണറുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പോപ്പിംഗ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഫ്യൂൽ ഇസ് ആക്ച്വലി ബേണിംഗ് ഇൻസൈഡ് ദി എക്സോസ്റ്റ്. ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, പക്ഷേ ഫ്യൂൽ ഇസ് ആക്ച്വലി ബേണിംഗ് ഇൻസൈഡ് ദി എക്സോസ്റ്റ്. അതാണ് സംഭവം. ഓക്കെ, വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു മസ്താങ് വീണ്ടും ആക്ച്വലി നല്ല ലോവർ ചെയ്തിരിക്കുന്ന ഒരു മസ്താങ്ങാണ്. എല്ലാവർക്കും റേറ്റ് ജോബ് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് വീണ്ടും ഒരു കോർവെറ്റാണ്. കോർവെറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കോർവെറ്റ് ശരിക്കും ഒരു എന്തൂസിയസ്റ്റ് വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എൻ്റെ ഒരു ഡ്രീം കാറാണ് ആ കിടക്കുന്ന ബാക്ക് എൻജിൻ കോർവെറ്റിൻ്റെ ഒരു ഡ്രീം കാറാണ്. കോർവെറ്റ് അമേസിങ് വണ്ടിയാണ്. ഇത് ഈ അമേരിക്കൻ ഹെറിറ്റേജിന്റെ തന്നെ ഒരു വണ്ടി അമേരിക്കൻ ഹെറിറ്റേജ് ഇവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഫെഡറൽ ക്രെഡിറ്റ് യൂണിയൻ ഒരു ബാങ്കാണ്. ആ ബാങ്കാണ് ഈ ഒരു പാർക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ സ്വന്തം എക്സോട്ടിക് കാറാണ് ഈ കിടക്കുന്നത്. ഫോർഡിൻ്റെ വണ്ടി. സോ ഒരു കോസ്റ്റൽ ഏരിയ, ഫ്ലോറിഡ അല്ലെങ്കിൽ കാലിഫോർണിയ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ ഏറ്റവും കാണാം. അവിടെ പൊളാറസ് വണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു ആറ്റം എന്ന് പറയുന്നൊരു വണ്ടിയാണ്. പൊളാറസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൊരു ഇങ്ങനെ ഓപ്പൺ വീൽ കോൺസെപ്റ്റായിട്ട് ഉള്ളൊരു വണ്ടിയാണ്. പക്ഷേ എൻജിൻ ഇത് ഏരിയൽ ആറ്റമാണ് വണ്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ, ഒന്നുമില്ല, ജസ്റ്റ് ഓഡോമീറ്ററും അങ്ങനെ സ്റ്റിയറിംഗ് മാത്രം എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ബാക്കിലാണ് ഇതിൻ്റെ ഫുൾ പരിപാടി നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ടർബോ ചാർജർ ആണ് ആ ബാക്കിലിരിക്കുന്നത്. ഇതുവഴിയാണ് ആ പോപ്പിംഗ് സൗണ്ട് കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കുന്ന സംഭവമാണ് നമുക്ക് കാണാം ഇതിനകത്ത് ആ എൻജിൻ വെച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് LS എൻജിൻ അല്ലേ? LS എൻജിനാണ് തോന്നുന്നു. അല്ല, ഇറ്റ്സ് ആക്ച്വലി ഹോണ്ട എൻജിൻ. ഹോണ്ടയുടെ എൻജിനാണ് ഈ വെച്ചേക്കുന്നത്. ഹോണ്ടയുടെ S2000 വെച്ചിരിക്കുന്ന സെയിം എഞ്ചിനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എൻ ആരിയൽ ആറ്റം. സുസുക്കി ജിംനി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മളിപ്പോൾ ചെല്ലുന്നത് സുസുക്കി ജിംനിയുടെ അടുത്തേക്കാണ്. സുസുക്കി ജിംനി ഇപ്പോൾ പുതുതായിട്ട് മോഡൽ ആക്കിയെങ്കിൽ ഇതാണ് നമ്മുടെ പഴയ സുസുക്കി ജിംനി. സാമുറായി, ആക്ച്വലി സാമുറായി ആണ് JX. ജിംനി ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് സുസുക്കിയുടെ സാമുറായി ആണ് ഈ വണ്ടി. കുഞ്ഞ് നമ്മുടെ ജാപ്പനീസ് കൾച്ചറാണ്. കുഞ്ഞു വണ്ടി അങ്ങനെ അവിടെ നിരത്തിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വണ്ടികൾ ജാപ്പനീസ് കൾച്ചറാണ്. അതിനെ എന്തോ കാഴ്സ് അങ്ങനെ കാണാൻ പറയുന്നത്. എനിക്ക് അതിൻ്റെ ഡോണ്ട് കോട്ട് മീ ഓൺ ദിസ്. പക്ഷേ അങ്ങനെ ഒരു ചെറിയ കാറാണ് സുസുക്കി ഉണ്ടാക്കിയ സുസുക്കി സാമുറായി. കാണാം എൻജിൻ സുസുക്കിയുടെ ഫുള്ളി മോഡിഫൈ ചെയ്ത് ടർബോ ചാർജ്ഡ് ആണ് ഇപ്പോൾ വണ്ടി. ശരിക്കുള്ള ഒറിജിനൽ വണ്ടി ടർബോ ചാർജ്ഡ് അല്ല. ഇത് അവർ സ്പെഷ്യലി ഫിറ്റ് ചെയ്തതാണ്. 1988 സുസുക്കി സാമുറായി, 1988.
ഊരി വെച്ചിരിക്കുകയാണ്. കാരണം ബോണറ്റ് അവർ പോകാൻ നേരത്ത് വെപ്പും ഇങ്ങനെ കാർ ഷോയ്ക്ക് വേണ്ടി ഇതെല്ലാം അങ്ങനെ ചെയ്തേക്കുവാ. ഓക്കെ, ഇത് നമ്മള് മുന്നേ കണ്ട പോലെ അല്ലേ? വീണ്ടും മറ്റേ നമ്മുടെ പുതിയ മോഡൽ കോർവെറ്റ് ആണ്. ഓ, അത് കൊള്ളാല്ലേ? ഓ, അതിന്റെ ഡോർ ഒക്കെ കണ്ടോ? അതെ, അടിപൊളി. ശരി. അതെ അതെ അതെ. ഇനി ചേച്ചി സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം മേടിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് കിട്ടുന്ന പൈസ കൂടെ മേടിക്കുന്നത്. അതിന് വരുന്നൊരു വണ്ടി, അതുകൊണ്ട് നിങ്ങളൊരു വണ്ടി മേടിക്കുന്നതായിരിക്കും. അതൊരു കോർവെറ്റ് തന്നെയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. ഇതിന്റെ വലിപ്പം കണ്ടോ? നോക്കിക്കേ, അത് നമ്മുടെ അമേരിക്കൻ പഴയ വണ്ടികളുടെ എല്ലാം ഒരു വലുപ്പമാണ് ഈ ഒരു സംഭവം. അതിന്റെ ബാക്കിൽ വിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ വിങ് ഒക്കെ കൊടുത്ത് അതാണ് അവരുടെ ഒരു അമേരിക്കൻ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റൈലാണ് ഓർമ്മ വരുന്നത്. 1959. നോക്കിക്കേ, അപ്പച്ചനും അമ്മച്ചും ഇരിക്കുന്നേ. അടിപൊളിയായിട്ടുണ്ട്, രസമുണ്ട്. ബാക്കിൽ മറ്റേ എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഓ, ഇതാണ് ഫ്രണ്ട് അല്ല, ഇത് ബാക്ക്. ഇത് ഫ്രണ്ട് ബാക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒച്ചയുടെ ഒരു പോമറേനിയനുണ്ട് ഇവിടെ. ഇത് ഡെഫിനറ്റ്ലി ഒരു ഗേളി കാറാന്ന് തോന്നുന്നു. നോക്കിക്കേ, ലൈറ്റ് ഒക്കെ വെച്ച്. കാഡിലാക്കിൻ്റെ എസ്കലേഡ് ലക്ഷറിയുടെ അത് അപ്മോസ്റ്റ് വണ്ടിയാണ് കാഡിലാക്ക് എസ്കലേഡ്. 2018 ഡോഡ്ജ് ചാലഞ്ചർ SRT ഹെൽക്കാറ്റ്. ഇത് വണ്ടി ഓണാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് വൈനി. ഈ ഹെൽക്കാറ്റിൻ്റെ ശരിക്കുള്ള സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഹെൽക്കാറ്റിൻ്റെ അതേ സൗണ്ടിലാണ് ഈ വണ്ടി റവ് ചെയ്യുമ്പോഴും. ഇത് വീണ്ടും ഒരു ചാലഞ്ചറാണ്. അതിനപ്പുറത്ത് ഒരു ചാലഞ്ചർ കിടപ്പുണ്ട്. നല്ല അല്ലേ കളറ്? ഗ്രീൻ കളർ, പച്ച പിടിച്ച് കിടക്കുന്ന വണ്ടി. ഒരു പച്ച പിടിച്ച് കിടക്കുന്ന വണ്ടി. ബേബിയോടെ ഫാനാണത്. ഇത് ഒരു മാൻഡലോറിയൻ തീംഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്കറിയാം മാൻഡലോറിയന്റെ ഹെൽമെറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ബേബിയോട അവിടെ ഓണർ അവിടെ കിടക്കുന്നുണ്ട്. It's a Challenger. It's a 392 Hemi വെച്ചിട്ടുള്ള അതിന്റെ ഗ്ലാസ്സിലും എല്ലാം ബേബിയോടെ. സ്റ്റാർ വാർസ് തീംഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാർജർ. ചാലഞ്ചറിന്റെ 4 ഡോർ സ്റ്റൈലായിട്ടുള്ള ഡോഡ്ജ് ചാർജർ. രണ്ട് വണ്ടിയാണ്. ബട്ട് അഗൈൻ സെയിം കമ്പനി ഡോഡ്ജിന്റെ. ആംഗ്രി പാൻഡ എന്നാണ് ഈ വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ആംഗ്രി പാൻഡ അത് ആ ഒരു പാൻഡ സ്റ്റൈലിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിലാണ് അത് കിടക്കുന്നത്. ഇത് വീണ്ടും ഒരു ചാർജറാണ് വിത്ത് ഗ്രീൻ മസ്താങ്. 1940 ഓൾഡ്. അതിന്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ഓൾഡ് മൊബൈൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓൾഡ് മൊബൈൽ. അവർക്കിടയും വണ്ടികളുണ്ട് ഇവിടെ. ഓ, കളർ കണ്ടോ? ഈ വീഡിയോക്കകത്ത് കളർ എങ്ങനെ വരുന്നു നമുക്കറിയില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ എൻതൂസിയാസ്റ്റിക് കാറും മിക്കവാറും ഉള്ളത് അമേരിക്കൻ വണ്ടികളാണ്. ഡോഡ്ജ്,
കോർവെറ്റ്, ഫോർഡ്, ഇതൊക്കെയാണ് എന്തൂസിയാസ്റ്റിക് കാറായിട്ട് വരുന്നത്. നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു അംബാസഡർ ലുക്ക് അല്ലേ? അംബാസഡർ ആണോ ഇത്? ഫോർഡിന്റെ കസ്റ്റം വണ്ടിയാണ് കിടക്കുന്നത്. ഇതിന്റെ ഹബ് ക്യാപ്പ് ഒക്കെ എൻജിൻ ഈസ് ആക്ച്വലി ഇൻസൈഡ്. എൻജിൻ ആക്ച്വലി താഴെയാണ്. ഈ മനുഷ്യൻ എനിക്കറിയാം. ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഈ മനുഷ്യൻ എനിക്കറിയാലോ. കാണാത്തവർക്ക് അതെന്റെ അപ്പനാണ്. അടിപൊളി കളറേ. ക്യാമറയിൽ അത് റെഡ് ആണ്, പക്ഷെ നല്ല ബ്രൈറ്റ് ഓറഞ്ച് ആണ്. ബ്രൈറ്റ് ഓറഞ്ച്. സ്പേസ് കൊടുക്കാം. സോ ഷാർലറ്റ് കോർവെറ്റ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർവെറ്റ് പല മോഡൽ, പഴയ മോഡലുകൾ തൊട്ട് പുതിയ മോഡൽ വരെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു പഴയ മോഡലാണ് ഈ കിടക്കുന്നത്. ഷെവി കോർവെറ്റ് എൻ്റെ ലോഗോയാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് വണ്ടി. അതെ, വീണ്ടും ഒരു സ്പെഷ്യൽ ഡിസൈൻ, സ്പെഷ്യൽ പെയിന്റ്. കൂടുതലും ഷെവർലെറ്റ് അല്ലേ? അതെ, അത് സംഭവം എന്തൂസിയാസ്റ്റിക് കാറുകളെല്ലാം എന്തെങ്കിലും അമേരിക്കൻ ബ്രാൻഡുകൾക്കാണ്. ഫോർഡ്, ഷെവി, ഡോഡ്ജ്, ഇതിനൊക്കെയാണ് പല എന്തൂസിയാസ്റ്റിക് കാർസ് വന്നിരിക്കുന്നത്. അവരുടെയാണ് ആ എടുത്ത് കാണിക്കാൻ പറ്റുന്ന വണ്ടികൾ. ഇപ്പോൾ അവർക്ക് വലിയ പേരില്ലെന്നുണ്ടെങ്കിലും പണ്ടത്തെ വണ്ടികൾ ഭയങ്കര ഭയങ്കര രസമാണ് വണ്ടികൾ. 1956 ബെല്ലയാണ് ഇതിന്റെ പേരാണ്. ബെല്ലയാണ്. വണ്ടി മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ സെയിൽ വണ്ടി ഇവിടെ ഉണ്ട്. 1955 ഡോഡ്ജ് ഫോർ സെയിൽ. അതിന് വില ഇട്ടേക്കുന്നുണ്ടോ? 19,500. ന്യൂജേഴ്സി ഹിസ്റ്റോറിക് വണ്ടിയാണ്. വേറെ സ്റ്റേറ്റ് ആണ്. 1930 മോഡൽ ഫോർഡ് 2 ഡോർ ആണ്. 2 ഡോർ. പഴയ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഫോർഡിന്റെ പഴയ മോഡൽ T മോഡൽ ആ വണ്ടിയാണ്. അത് അതിന്റെ ഒരു നമ്മുടെ പണ്ടത്തെ രാജകുമാരികളൊക്കെ വണ്ടിയാണ് ശരിക്കും. ശരിക്കും റേസിംഗിന് കൊണ്ടുവന്ന വണ്ടിയാണ്. കാരണം ടൊയോട്ട കൊറോള കണ്ടിട്ടുണ്ടോ? നമ്മുടെ മലയാളികളുടെ കയ്യിൽ എപ്പോഴും ഇരിക്കുന്ന ഉള്ളൊരു വണ്ടിയാണ് ടൊയോട്ട കൊറോള. ഇത് 1980 മോഡൽ ടൊയോട്ട കൊറോളയാണ്. വളരെ റിലയബിൾ കാർ എന്ന് പറയാം. ഇപ്പോഴും നന്നായിട്ട് ഓടുന്ന വണ്ടിയായിരിക്കും.
Jim Carroll III, 2006 Ford Mustang GT. ഭംഗിയുള്ള കളർ വെച്ചിട്ട് ഇന്റീരിയർ നോക്കി, ഇന്റീരിയർ ക്വാളിറ്റി നോക്കി. ഇപ്പോഴും അടിപൊളിയായിട്ടിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ പുതിയ വണ്ടി പോലെ ഇത്ര ഭംഗിക്കുന്നത്. Congratulations to our top 25 modern winners. Camaro SS. Camaro SS വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ 2019 മോഡൽ. ഈ ലോഗോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അയ്യോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല. ഇതാണ് സാറ്റേൺ. സാറ്റേൺ GM വണ്ടികളുണ്ടല്ലോ, ജനറൽ മോട്ടോർ വണ്ടികളുടെ വേറൊരു പിനക്കിളായിരുന്നു സാറ്റേൺ വണ്ടി. അവരുടെ ഒരു യൂത്ത് ജനറേഷന് വേണ്ടിയിട്ട് മാത്രം കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിരുന്നതാണ് സാറ്റേൺ വണ്ടികൾ. ആ സാറ്റേണിന്റെ സ്കൈ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഇത്. സ്കൈ SKY. മാറ്റമൊന്നുമില്ല. All right, here we got the best club participation. 215 Mopar. Saturn Sky. Okay. ഇത് വീണ്ടും ഒരു ബെല്ലയറാണ്. ബ്ലൂ ബെല്ലയർ. ഫുള്ള് നോക്ക്, സീറ്റ് എല്ലാം ബ്ലൂ. സ്റ്റിയറിംഗ് വീൽ വരെ ബ്ലൂ. ബ്ലൂ ബെല്ലയർ. Ese carro está lindo, me hace Bel Air. Qué lindo. Este 57 vale por la. Okay, ഇത് സുബറു അത് ഇംപ്രസ ആണ്. ഇത് അല്ല, അത് WRX ആണ്, ഇത് ഇംപ്രസ ആണ്. സോ WRX ഇംപ്രസ. പിന്നെ അത് നമ്മുടെ മലയാളികളുടെ ആസ് യൂഷ്വൽ എപ്പോഴും കോമൺ വണ്ടി ടൊയോട്ട ക്യാമറി, നമ്മുടെ ഓൾ റിലയബിൾ ടൊയോട്ട ക്യാമറി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് മുഴുവൻ ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്ന് പലർക്കും പറഞ്ഞു തരികയാണ്. ടൊയോട്ട ക്യാമറി അകം നോക്കിക്കാം. ഓക്കെ. അവര് മൊത്തം ഇത് സൗണ്ട് അല്ലേ? സൗണ്ട് എല്ലാം ചെയ്ത് ബാക്കില്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ വണ്ടിയാക്കി എടുക്കാം. അൾട്ടിമ GTR എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് സ്പോർട്സ് കാർ, പക്ഷേ ഭയങ്കര ക്യൂട്ട് കാറാണ്. ക്യൂട്ട് കാർ. കളർഫുൾ വണ്ടി. SSR. Best Pro Street. Walter D'Angelo, 1970 Chevy Camaro SS. എനിക്കത് ഇങ്ങനൊക്കെ കാർഷോയ്ക്കൊക്കെ വരുമ്പോ കിട്ടുന്നതായിരിക്കും അല്ലേ? 1963 റാംബ്ലർ വിൻസ് കാർ ഓഫ് ദി ഇയർ അവാർഡ്. ഓക്കെ. സന്തോഷം കേട്ടോ. കണ്ടോ, നമ്മള് ചിന്തിക്കും യൂത്തിന്റെ കയ്യിലാ ഇത്രയും വണ്ടീന്ന്, പക്ഷെ എല്ലാം പ്രായമായവരാ. അതെ, അടുത്ത അമ്മച്ചി കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് എല്ലാരും പ്രായമായവരാ. മസ്താങ് എന്തോസിയസ്റ്റ് അല്ലെങ്കിൽ മസ്താങ് ഡ്രീം കാർ ആയിട്ട് വെക്കുന്നവർക്ക് ഏറ്റവും അടിപൊളി ഒരു സ്ഥലമാണ് ഇതൊരിക്കലും. കാരണം ഇഷ്ടം പോലെ മസ്താങ്സ് ആണ് ഇവിടെ ഉള്ളത്. മസ്താങ് 5.0 GT എൻ്റെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി. ഇത് നമ്മളെവിടെയും കണ്ടു കാണത്തില്ല ഈ വണ്ടി, കാരണം ഇത് ഓസ്ട്രേലിയ എക്സ്ക്ലൂസീവ് ആണ്. ഓസ്ട്രേലിയയിലുള്ള വണ്ടിയാണിത്. ഫോൾഡൻ എന്ന് പറയും. ഇപ്പോൾ ആക്ച്വലി GM ഓൺഡ് ആണ് വണ്ടി. ജനറൽ മോട്ടോഴ്സ് ആണ് ഈ വണ്ടി ഓൺ ചെയ്യുന്നത്. ഈ വണ്ടി ഇമ്പോർട്ട് ചെയ്തതാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഫോർ ഷുവർ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് നമ്മുടെ ഷെവി ബ്രാൻഡാണ് വണ്ടി. ഷെവി ബ്രാൻഡ് ഹോൾഡൻ കോമഡോർ. Just checking. Judge's choice, Michael Ford, 1977 Pontiac Grand Prix. Congrats, Bob. ഇത് കണ്ടോ, അകത്ത് ഗ്രീൻ ഇഷ്ടമുള്ള ആരമാണ്. ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ലുക്കിലുള്ളൊരു വണ്ടിയായത്. കോഫി ഇതുപോലും ഗ്രീനാ. ഫ്രണ്ടിലും എല്ലാം ഗ്രീൻ കേട്ടോ. നോക്കിക്കേ, കാണാമെന്നറിയത്തില്ല. ഒരു ഗ്രീൻ ആക്സെന്റ് അല്ലേ? ഗ്രീൻ കണ്ണെഴുതിയേക്കുന്ന അതെ, കണ്ണെഴുതിയേക്കുന്ന. Another American classic Mustang. ഇതിനെ കണ്ടോ? Pink Beast. അതെ, ഡെഫിനറ്റ്ലി പെണ്ണിന്റെ വണ്ടി. Pink Beast ആണ്. ഈ സെയിം വണ്ടിയുടെ കുഞ്ഞു മോഡൽ അതിനകത്ത് ഇരിപ്പുണ്ട്. അതെ അതെ.
യെസ്, ഇതൊരു പിങ്കിഷ് കളറിൽ pretty in pink. Pretty in pink. Yes. Look at that. A ചെറിയ മോഡൽ, ചെറിയ കാർ അതിന്റെ ഫ്രണ്ട് ചെയ്തപ്പോണ്ട്. Pretty in pink എന്നാണ് ഇതിന്റെ പേര്. LS എഞ്ചിൻ ആയിരിക്കുന്നത്. LS എഞ്ചിൻ. കണ്ണു ഇതാവുന്നേ. കളർ അല്ലേ? ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഞാനിപ്പോ വീഡിയോ വരുത്തല്ലേ? സത്യം കേട്ടോ, ഇവിടെ ഫുൾ ടൈം ഇവിടെ ആയിരുന്നു പിടിച്ചോണ്ടിരുന്നത്. എനിവേ യു ഡിഡ് ഗുഡ്. ഓക്കെ, ഗുഡ്. വെൽ, എനിവേ ഞങ്ങളുടെ കാർ ഷോ, അവിടുത്തെ ആ ഒരു കാർ ഷോ സംഭവം കഴിഞ്ഞു. എല്ലാ വണ്ടികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, കാരണം അതിനേക്കാട്ട് ഇഷ്ടം പോലെ വണ്ടികളവിടെ ഉണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഭംഗിയായിട്ട് കാണുക. എല്ലാ വണ്ടികളും ഭംഗിയായിട്ട് കാണുക, കാരണം നിങ്ങൾ എടുത്തു പോയ പോലെ നിങ്ങൾ എടുത്തു പോയതാണ്. വെൽ, എനിവേ, കാർ എന്തൂസിയസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഫിലി ഇങ്ങനൊരു കാർ ഷോ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെയും വലിയൊരു കാർ ഷോ, ഫിലഡൽഫിയ കാർ ഷോ വേറെ ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതിന്റെ റെസ്പോൺസ് അനുസരിച്ചാണ് ഞങ്ങൾ ഇനി അടുത്ത കാറുകൾക്ക്. അതെ, സത്യം. ഞങ്ങൾ ഇനിയും കാർ ഷോസ് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് നല്ലൊരു റെസ്പോൺസ് അനുസരിച്ച് വേണം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല, നിങ്ങൾ തരുന്ന സപ്പോർട്ട് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരു കോർവെറ്റ് മേടിക്കാൻ. അതെ, ഒരു കോർവെറ്റ് മേടിക്കാനായിട്ട്. ബട്ട് എനിവേ, ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് ലെങ്തി വീഡിയോ ആയിപ്പോയി. എന്നാലും സാരമില്ല. ഫോർ ഓൾ ദ കാർ എന്തൂസിയസ്റ്റ് ഔട്ട് ദെയർ, അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വെൽ, ഹിയർ എൻഡ്സ് അനദർ എപ്പിസോഡ് ഓഫ് വണ്ടർലെസ് കപ്പിൾ. ബൈ പറയട്ടെ. ബൈ.